നമസ്കാരം. ഇന്ത്യക്കെതിരെ കടുത്ത ചില നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഒട്ടും പുറകിലല്ല. തൻ്റെ നിലനിൽപ്പ് പ്രശ്നത്തിലാകുന്നു എന്ന് കാണുമ്പോഴൊക്കെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഇന്ത്യക്കെതിരെ വിമർശനം കടുപ്പിക്കും. ഇന്ത്യ വിരുദ്ധ നയങ്ങൾ എടുക്കുന്ന കാര്യത്തിലും അദ്ദേഹം ഒട്ടും മോശമല്ല. എന്തായാലും ഇന്ത്യൻ ജനതയ്ക്കും കാനഡയിലുള്ള ഇന്ത്യക്കാർക്കൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന പല നയങ്ങളും ജസ്റ്റിൻ ട്രൂഡോ എടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ നിലനിൽപ്പ് വലിയ പ്രശ്നത്തിലായിരിക്കുകയാണ്. കനേഡിയൻ പ്രധാനമന്ത്രിയും മന്ത്രിസഭയും പ്രതിരോധത്തിലാകുന്ന പല സംഭവ വികാസങ്ങളും കാനഡയിൽ നടന്നു കഴിഞ്ഞു. ഇതിനിടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് ജസ്റ്റിൻ ട്രൂഡോ. സർക്കാർ ആടി ഉലയുന്നതിനിടെ മന്ത്രിസഭയിൽ വൻ മാറ്റവുമായിട്ടാണ് ഇപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രംഗത്തെത്തിയിരിക്കുന്നത്. വെള്ളിയാഴ്ച നടന്ന മന്ത്രിസഭ അഴിച്ചുപണിയിൽ മന്ത്രിസഭയിലെ 1/3 അംഗങ്ങളെയും മാറ്റിയിരിക്കുകയാണ് ജസ്റ്റിൻ ട്രൂഡോ. പുതിയ 8 മന്ത്രിമാരെയാണ് അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്. വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് സൂചന നൽകിയവർക്കാണ് മാറ്റം നൽകിയിരിക്കുന്നത്. 2ഉം 3ഉം വകുപ്പുകൾ വഹിച്ചിരുന്നവർക്ക് ചുമതലാ ഭാരം കുറയ്ക്കാനും നീക്കം കാരണമായിട്ടുണ്ട്. പുതിയ മന്ത്രിമാർക്കുള്ള ചുമതല കൈമാറ്റം പൂർത്തിയായതായാണ് ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കുന്നത്. സ്വന്തം പാർട്ടിയിലടക്കം രാജി ആവശ്യം ശക്തമാവുന്നതിനിടെയാണ് മന്ത്രിസഭയിൽ ഇപ്പോൾ ട്രൂഡോ ഇത്തരത്തിലൊരു അഴിച്ചുപണി നടത്തിയിട്ട് പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത്. നേരത്തെ ട്രൂഡോയുമായുള്ള ഭിന്നതയെ തുടർന്ന് ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചിരുന്നു. പിന്നാലെ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട് ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് ജഗ്മീത് സിംഗ് രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ട്രൂഡോയ്ക്കെതിരെ ഉടൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്നാണ് ജഗ്മീത് സിംഗ് വ്യക്തമാക്കിയത്. വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയും നേരിടാൻ ട്രൂഡോ ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ ട്രൂഡോയ്ക്കെതിരെ ഉയരുന്ന പ്രധാനമായ ആരോപണം. ഇതിനെ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ ട്രൂഡോ ചെയ്യുന്നതാകട്ടെ ഇന്ത്യക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുന്നതാണ്. എന്തായാലും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിലേക്ക് പുതിയ മന്ത്രിമാർക്ക് ഏറെ സംഭാവനകൾ നൽകാനാവുമെന്നാണ് ട്രൂഡോ പറയുന്നത്. കാനഡയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഉപപ്രധാനമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചത്. കാനഡയെ അമേരിക്കയുടെ 51ാം സംസ്ഥാനമാക്കി മാറ്റി അതിന്റെ ഗവർണറായി മാറുന്നതാണ് നല്ലത് എന്ന് ട്രംപ് ട്രൂഡോയെ രൂക്ഷമായി പരിഹസിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ട്രൂഡോയുടെ നിലനിൽപ്പ് ഇപ്പോൾ പ്രതിരോധത്തിലാണ്.